ഹായ് ഓൾ, വെൽക്കം ടു സെറ്റ് യുവർ ലൈഫ് വിത്ത് മീ. കഴിഞ്ഞ ക്ലാസ്സിൽ ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ക്യാരക്ടേഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിൻറ്റ്സും പിന്നെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാൻറ്റർബറി ടെയിൽസിലേക്ക് കടക്കാം. ഫസ്റ്റ് ടെയിൽ ഈസ് ദ നൈറ്റ്സ് ടെയിൽ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൈറ്റ് പേഴ്സൺ ഓഫ് ഹൈ റാങ്കിങ് ആണ്. ആ വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസിൽ ഹൈ റാങ്കിങ് ഉള്ളത് നൈറ്റിനാണ്. ആൻഡ് ഹി അക്കമ്പനീഡ് ബൈ സ്ക്വയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൺ ആണ്. നൈറ്റ് ഈസ് എൻ ഐഡിയൽ മാൻ. നൈറ്റ്സ് ടെയിൽ കോട്ട്ലി ലവ് ആൻഡ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിലേമാസ് ഒക്കെയാണ് പറയുന്നത്. നൈറ്റ്സ് ടെയിലിൻ്റെ സോഴ്സ് ബൊക്കാഷ്യോൻ്റെ ടെസിഡയാണ്. അതിന് വേണ്ട കുറച്ച് ഡൈവേർഷൻസൊക്കെ ചോസർ ചെയ്തിട്ടുണ്ട്. 2 ടെയിൽസ് പ്രോസിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ വേഴ്സിലാണ്. വേഴ്സിലുള്ള ടെയിൽസിൽ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ആണ് നൈറ്റ്സ് ടെയിൽ. ഹീറോയിക് കപ്ലറ്റ് അയംബിക് പെൻറ്റാമീറ്ററിൽ എഴുതിയിട്ടുള്ളതാണ് ദ നൈറ്റ്സ് ടെയിൽ. Palamon and Arcite are friends, and they are captured and imprisoned by King of Thebes, Theseus. Thebes king ആയിട്ടുള്ള തീസിയസ് പാലമണിൻ്റെയും ആസൈറ്റിനെയും ക്യാപ്ചർ ചെയ്തിട്ട് ഒരു ടവറിനകത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ടവറിനൊരു വിൻഡോ ഉണ്ട്. ത്രൂ ദാറ്റ് വിൻഡോ ബോത്ത് പാലമൺ ആൻഡ് ആസൈറ്റ് സീ എമിലി. എമിലി ഈസ് ദ യങ്ങർ സിസ്റ്റർ ഓഫ് ക്വീൻ ആൻഡ് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. എമിലിനെ കണ്ടപ്പോൾ പാലമൺ ആൻഡ് ആസൈറ്റ് fall in love with എമിലി. ദേ സ്റ്റാർട്ട്സ് ഫൈറ്റ്. എമിലിയുടെ സൗന്ദര്യത്തിൽ അവർ വീണു പോവാണ്. അവർ രണ്ടുപേരും എമിലിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ദെൻ റിയലൈസസ് ദർ ഈസ് നോ പോയിൻ്റ് ഇൻ ഫൈറ്റിംഗ് ആസ് ദേ ആർ ലോക്ക്ഡ് ഇൻ ദി ടവർ. ടവറിനകത്ത് ലോക്ക് ചെയ്യപ്പെട്ടതുകൊണ്ട് വെറുതെ എമിലിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവർ റിയലൈസ് ചെയ്യുന്നു. But after some years, Arcite escapes from the tower with the help of his friend. ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആസൈറ്റ് ആ ഒരു ടവറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്. ആൻഡ് ഹീ ഗോസ് ടു ദ ഹൗസ് ഹോൾഡ് ആൻഡ് ബിക്കംസ് ദ സെർവൻറ്റ് ഓഫ് എമിലീസ് ഹൗസ് ഹോൾഡ്, ബട്ട് ഡസ് നോട്ട് കൺഫസ് ഹിസ് ലവ്. എമിലിയുടെ ഹൗസ് ഹോൾഡിലൊരു സെർവൻ്റായി മാറുകയാണ് ആസൈറ്റ്. ബട്ട് ഹി ഡസ് നോട്ട് ഡിസ്ക്ലോസ് ഹിസ് ലവ് ടുവേർഡ്സ് എമിലി. എമിലിയോടുള്ള ആ ഒരു ലവ് ആസൈറ്റ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പാലമൺ എസ്കേപ്പ് ചെയ്യുന്നത്. പാലമൺ എസ്കേപ്സ് ഫ്രം ദാറ്റ് ടവർ. അതിനുശേഷം 2 ഫ്രണ്ട്സ് പാലമൺ ആൻഡ് ആസൈറ്റ് മീറ്റ് ആൻഡ് സ്റ്റാർട്ട് ദെയർ ഫൈറ്റ് അഗെയിൻ. എമിലിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫൈറ്റ് വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്യുന്നു. പുറത്തെത്തിയല്ലോ, ഇനി ഫൈറ്റ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരുടെ ആ ഫൈറ്റ് തീസിയസ് hears and tells them to hold a proper tournament and fight. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച് അവിടുന്ന് ഫൈറ്റ് ചെയ്യുക. ആൻഡ് ദ ടൂർണമെൻറ്റ് വിൽ ബി എ ഫൈറ്റ് ടു ദ ഡെത്ത്. മരണത്തിലേക്കുള്ള ഒരു ഫൈറ്റ് ആവാം. രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ഹൂ വിൻസ് വിൽ ഗെറ്റ് എമിലി. ആര് ജയിക്കുന്നു അവർക്ക് എമിലിയെ വിവാഹം ചെയ്തു തരാമെന്ന് തീസിയസ് പറയുന്നു. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണ് രണ്ടുപേരും ഒരു പ്രോപ്പർ ടൂർണമെൻറ്റ് ഉണ്ടാക്കുന്നത്. ബിഫോർ ദാറ്റ് ടൂർണമെൻറ്റ് പാലമൺ, ആസൈറ്റ്, എമിലി ഈ 3 പേരും ഓരോരോ ഷ്രൈൻസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പാലമൺ വിസിറ്റ്സ് ദ ഷ്രൈൻ ഓഫ് ഗോഡസ് ഓഫ് ലവ് വീനസ്. Arcite visits
shrine of Mars, god of war, and Emily visits the shrine of Diana. പാലമൺ ഗോഡ് ഓഫ് ലവ് ആയിട്ടുള്ള വീനസിൻ്റെ ഷ്രൈനാണ് വിസിറ്റ് ചെയ്യുന്നത്. ആസൈറ്റ് വാർ ഗോഡായിട്ടുള്ള മാസിനെ വിസിറ്റ് ചെയ്യുന്നു. ബട്ട് എമിലി വിഷസ് ടു റിമെയിൻ അൺമാരീഡ്. ഷീ ഈസ് നോട്ട് റെഡി ടു മാരി എനിവൺ, ബട്ട് ഷീ ഡിസൈഡ്സ് ടു ആക്സെപ്റ്റ് ദ വിഷ് ഓഫ് ഡയാന. ഡയാന എന്ത് വിഷ് ചെയ്യുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആണ് എമിലി. സോ എമിലി ഡയാനയുടെ ഷ്രൈനാണ് വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഓരോരുത്തരും അവർക്കിഷ്ടമായിട്ടുള്ള ദൈവത്തെ പോയി കാണുകയാണ്. ടൂർണമെൻറ്റ് ബിഗിൻസ്. ഒരു നല്ലൊരു ഫൈറ്റിന് ശേഷം ആസൈറ്റാണ് അതിൽ വിൻ ചെയ്യുന്നത്. ആസൈറ്റ് വിൻസ്. അപ്പോൾ വിൻ ചെയ്യുന്ന ആൾക്ക് എമിലിയെ വിവാഹം കഴിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫൈറ്റിന് ശേഷം, വിജയത്തിന് ശേഷം, ആസൈറ്റ് ത്രോൺ ഫ്രം ഹോഴ്സ്, കുതിരയുടെ പുറത്തുനിന്ന് വീണിട്ട് ഇഞ്ചർ ആവുകയാണ്. അപ്പോൾ ആ ഒരു മരണക്കിടക്കയിൽ വെച്ചിട്ട് ആസൈറ്റിൻ്റെ വിഷ് എന്താണെന്ന് പറയുന്നു. ഹി വിഷസ് പാലമൺ എമിലിയെ മാരേജ് ചെയ്യണമെന്ന് ആ ഒരു മരണക്കിടക്കയിൽ വെച്ചിട്ട് ആസൈറ്റ് പറയുന്നു. അങ്ങനെ പാലമൺ എമിലിയെ വിവാഹം ചെയ്യുന്നു. ഇതാണ് ദ നൈറ്റ്സ് ടേൽ. നെക്സ്റ്റ് ഈസ് ദ മില്ലേഴ്സ് ടെയിൽ. ദിസ് ഈസ് ദ സെക്കൻഡ് ടെയിൽ. നൈറ്റിൻ്റെ ടെയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹോസ്റ്റ് ആയിട്ടുള്ള ഹാരി ബെയ്ലി നെക്സ്റ്റ് ഒരു അതേപോലെ നൈറ്റിനെ പോലെ ഒരു നല്ലൊരാൾ, വെർച്വസ് ആയിട്ടുള്ള ഒരാൾ തന്നെ നെക്സ്റ്റ് സ്റ്റോറി പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് മങ്കിനെ സെലക്ട് ചെയ്യാണ്. ബട്ട് മങ്കിൻ്റെ സ്റ്റോറി പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ മില്ലർ ഇൻട്രാപ്റ്റ്സ്. മില്ലർ ഒരു ഡ്രങ്കാർഡാണ്, ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. സോ മില്ലറിനെ നെക്സ്റ്റ് സ്റ്റോറി പറയുന്നതിന് അവർ തടയുന്നുണ്ടായിരുന്നു. പക്ഷേ മില്ലർ അത് കേൾക്കാണ്ട് സ്റ്റോറി തുടങ്ങുകയാണ്. ഹീറോയിക് കപ്ലറ്റ് അയാംബിക് പെൻറ്റാമീറ്ററിൽ എഴുതിയിട്ടുള്ളതാണ് മില്ലേഴ്സ് ടെയിൽ. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ ഫാബ്ലിയു. ഒരു കോമിക് ഫേബിൾ ഇൻ വേഴ്സ് ആണ് ഫാബ്ലിയു. സോ ഫാബ്ലിയുവിൽ എഴുതിയിട്ടുള്ള ഒരു ടെയിലാണ് മില്ലേഴ്സ് ടെയിൽ. ആൻഡ് ദ റിയൽ നെയിം ഓഫ് ദ മില്ലർ ഈസ് റോബിൻ. റോബിൻ is an evil man who loves wrestling. Wrestling ഇഷ്ടമുള്ള ഒരു evil man ആണ് മില്ലർ. Miller starts his tale. John is an old carpenter, but he marries a very young girl, Ellison. Ellison is only 18 years old. John shares his room with Nicholas. Nicholas a young student ആണ്. നിക്കോളാസ് ആയിട്ട് ജോൺ റൂം ഷെയർ ചെയ്യുന്നുണ്ട്. വെൻ നിക്കോളാസ് സീസ് ജോൺസ് വൈഫ് എലിസൺ, he fall in love with her and he has a deep sexual desire to എലിസൺ. എലിസനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ചാൻസ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നിക്കോളാസ്. വെൻ ജോൺ ഗോസ് ടു ടൗൺ, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ജോൺ ടൗണിലേക്ക് പോയ ആ ഒരു സമയം നിക്കോളാസ് ട്രൈസ് ടു ഗ്രാബ് എലിസൺ ടു ഫുൾഫിൽ ഹിസ് സെക്ഷുവൽ ഡിസയർ. അറ്റ് ഫസ്റ്റ് ഷീ റെഫ്യൂസസ് ആൻഡ് ക്രൈസ്, ബട്ട് ദെൻ ഫസ്റ്റ് അയാൾ ഉപദ്രവിക്കാൻ വന്ന സമയത്ത് എലിസൺ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് പിന്നീട് നിക്കോളാസിൻ്റെ വേർഡ്സൊക്കെ കേട്ടിട്ട് ഷീ എഗ്രീസ് ടു സ്ലീപ്പ് വിത്ത് ഹിം. ബോത്ത് ഓഫ് ദം ഡിസൈഡ് ടു സ്പെൻഡ് ദെയർ ടൈം ഹോൾ നൈറ്റ് ടുഗെദർ. ഒരു ഫുൾ നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് എലിസണും നിക്കോളാസും ഡിസൈഡ് ചെയ്യുന്നു. സോ they made a plan.
Nicholas tells to John that he has foreseen a flood will come soon. നിക്കോളാസ് ജോണിനെ എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിക്കോളാസ് ജോണിനോട് പറയാണ്, ഒരു ഫ്ലഡ് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മുൻകൂട്ടി കാണുന്ന ഒരു കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നിക്കോളാസ്. അപ്പം നിക്കോളാസ് ഒരു ഫ്ലഡ് വരുന്നുണ്ട്, അത് വിച്ച് വിൽ ബി ട്വൈസ് ആസ് ഗ്രേറ്റ് ആസ് നോവാസ് ടൈം. ബൈബിളിലുള്ള ഒരു കാര്യമാണ്. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഫ്ലഡിനേക്കാളും വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ഫ്ലഡ് വരുന്നുണ്ട്. സോ ഗോഡ് നിക്കോളാസിനോട് പറഞ്ഞു അത്രേ, അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ടു എസ്കേപ്പ് ഫ്രം ദ ഫ്ലഡ് ദേ ഹാവ് ടു ബ്രിങ് 3 ടബ്സ്. 3 ടബ് കൊണ്ടുവരണം. ഓരോ ടബിലും ഓരോരോ ആളുകൾ, അതായത് ജോൺ ഒരു ടബിൽ, അലീസൺ ഒരു ടബിൽ, നിക്കോളാസ് ഒരു ടബിൽ കയറിയിരിക്കുക. ആൻഡ് പുട്ട് ആക്സ് ഇൻ ഈച്ച് ടബ്. ഓരോരോ ടബിലും ആക്സും സൂക്ഷിച്ചു വെക്കണം. ആൻഡ് ഹാങ് ഇറ്റ് ഓൺ ദ റൂഫ് ഓഫ് ബാൺ. പശുക്കളൊക്കെ അവരൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണ് ബാൺ. സോ അതിൻ്റെ റൂഫിൽ ആ ടബ് ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് ഹാങ് ചെയ്തിടണം. അപ്പോൾ അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ റൂഫിൻ്റെ മേലെ അത്രയും ഹൈറ്റിൽ വെള്ളം വരില്ലല്ലോ. അപ്പോൾ വെൻ ദ വാട്ടർ റൈസസ് ദി ക്യാൻ യൂസ് ആക്സ് ടു കട്ട് ദ റോപ്പ്. ആ അകത്ത് കയ്യിൽ വെച്ചിട്ടുള്ള ആക്സ് വെച്ചിട്ട് മേലെ ഹാങ് ചെയ്തിട്ടുള്ള റോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ താഴെ വീഴും. താഴെ വീണ ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ അവർക്ക് ഫ്ലോട്ട് ചെയ്തിട്ട് പോവാം. സോ ഡ്രൗൺ ചെയ്യാണ്ട് അവർക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഡ്രൗണിങ്ങിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗോഡ് നിക്കോളാസിനോട് പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നിക്കോളാസ് ആ ഐഡിയ ജോണിന് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നിക്കോളാസ് പറഞ്ഞ പോലെ ജോണും അലീസണും നിക്കോളാസും 3 ടബ്സ് കൊണ്ടുവന്നു. അതിൽ കയറിയിരുന്നു. റോപ്പിൽ മറ്റേ റൂഫിൽ ഹാങ് ചെയ്തു. ആക്സ് പിടിച്ചിട്ട് അവരിങ്ങനെ ഫ്ലഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ജോണിനോട് നിക്കോളാസ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിനിടയിൽ ജോൺ ഫോൾസ് സ്ലീപ്പ്. ജോൺ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ ആലിസണും നിക്കോളാസും ആ ടബിന്ന് താഴെ ഇറങ്ങി റൺ ടു ദ ഹൗസ് ആൻഡ് സ്ലീപ്പ് ടുഗെദർ. അവരവരുടെ ഡിസയറൊക്കെ ഫുൾഫിൽ ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് അബ്സോളൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്യാരക്ടറുണ്ട്. അബ്സോളനും അലീസനെ കണ്ടപ്പോൾ ഒരു സെക്ഷൽ ഡിസയർ ഉണ്ടായിരുന്നു. സോ അബ്സോളൻ ഹാസ് എൻ ഐ ഓൺ അലീസൺ ആൻഡ് ഹി വോണ്ട്സ് ടു കിസ് ഹർ. അവളെ ഒന്ന് കിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് നോക്കി നടക്കുകയായിരുന്നു അബ്സോളൻ. അബ്സോളൻ അലീസൻ്റെ അടുത്തേക്ക് പോകുന്നു ആൻഡ് ഹി ബെഗ്സ് ഫോർ കിസ്. അബ്സോളൻ അലീസനോട് ഒരു കിസ്സിന് വേണ്ടി ബെഗ് ചെയ്യാണ്. പക്ഷേ എലിസൺ ഓൾറെഡി നിക്കോളാസുമായിട്ട് ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട് എലിസണും നിക്കോളാസും അയാളെ ഒന്ന് ഫൂൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആൻഡ് കണ്ണടച്ച് ഒരു കിസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അബ്സോളന് ലിപ്പിന് പകരം എലിസൺ അവളുടെ ബാക്ക് സൈഡാണ് കാണിച്ചു കൊടുക്കുന്നത്. സോ അബ്സോളൻ കിസ്സസ് ഹർ ബാക്ക്. പക്ഷെ വെൻ റിയലൈസിങ് ദാറ്റ് ദേ ഫൂൾ ഹിം, എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്സോളൻ ടേക്സ് റിവെഞ്ച്. ഹി ഗെറ്റ്സ് എ റെഡ് ഹോട്ട് കോൾട്ടർ. കോൾട്ടർ എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് ബ്ലേഡാണ്. സോ അതൊന്ന് ചൂടാക്കിയിട്ട് ഹി ഗെറ്റ്സ് എ റെഡ് ഹോട്ട് കോൾട്ടർ ആൻഡ് ഗോസ് ടു എലൈസൺ അഗെയിൻ. എലിസണിൻ്റെ അടുത്തേക്ക് വീണ്ടും ഒരു കിസ്സിന് വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും ലിപ്പിന് പകരം ബാക്ക് സൈഡ് തന്നെയാണ് കാണിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു റെഡ് ഹോട്ട് കോൾട്ടറും കൊണ്ട് അബ്സോളൻ എലിസൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആൻഡ് ഹി ബെഗ്സ് ഫോർ കിസ്. ആ ടൈമിൽ എലിസന് പകരം നിക്കോളാസ് ആണ് തൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു കൊടുക്കുന്നത്. നിക്കോളാസ് ഷോസ് ഹിസ് ബട്ടക്സ് ആൻഡ് ഫാർട്സ് ലൗഡ്ലി ഓൺ അബ്സോളൻസ് ഫേസ്. അബ്സോളൻ്റെ ഫേസിലേക്ക്
വളരെ ഒച്ചത്തിൽ ഫാട്ടുകയാണ് നിക്കോളാസ്. ആ ടൈമിൽ അബ്സോളൻ പ്രസസ് ദാറ്റ് ഹോട്ട് കോൾട്ടർ ഇൻ നിക്കോളാസ് ബാക്ക്. നിക്കോളാസിൻ്റെ ബട്ടക്സിൽ ആ റെഡ് ഹോട്ട് കോൾട്ടർ പ്രസ് ചെയ്യാണ് അബ്സോളൻ. അപ്പോൾ പൊള്ളിയപ്പോൾ നിക്കോളാസ് ക്രൈഡ് വിത്ത് പെയിൻ, വാട്ടർ 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 എന്ന് ഉറക്കെ കരയുന്നത് കേട്ടപ്പോൾ ജോൺ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നു. ജോൺ വിചാരിക്കുന്നത് വാട്ടർ വാട്ടർ എന്ന് കേട്ടപ്പോൾ ഫ്ലഡ് വരികയാണ്, ആ വാട്ടർ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നിക്കോളാസ് കരഞ്ഞത് എന്നാണ് ജോൺ വിചാരിക്കുന്നത്. സോ വാട്ടർ എന്ന് കേട്ടപ്പോൾ തന്നെ ജോൺ ആ ആക്സ് വെച്ചിട്ട് ആ ടബ് ഹാങ് ചെയ്ത റോപ്പ് കട്ട് ചെയ്യുന്നു. താഴെ വെള്ളമില്ല. സോ ജോൺ ഫോൾസ് ഡൗൺ ആൻഡ് ബ്രേക്ക് ഹിസ് ആംസ് ബ്രേക്ക് ആവുന്നു. സോ വേദന കൊണ്ട് ജോൺ ഉറക്കെ കരയുന്നത് കേട്ടപ്പോൾ നെയ്ബേഴ്സ് ഗ്യാതേർഡ്. നെയ്ബേഴ്സൊക്കെ വന്നപ്പോൾ ജോൺ ഫ്ലഡിൻ്റെ സ്റ്റോറി പറയുന്നു, ഒരു ഫ്ലഡ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അലിസൺ ആൻഡ് നിക്കോളാസ് മോക്ക് അറ്റ് ഹിം. അലിസണും നിക്കോളാസും ജോണിനെ പരിഹസിക്കുകയാണ് ബൈ സേയിങ് ദാറ്റ് ഹി ഈസ് മാഡ്. ജോണിന് മാഡാണ് എന്ന് പറഞ്ഞ് എലീസണും നിക്കോളാസും കളിയാക്കുന്നു. അങ്ങനെ മില്ലേഴ്സിൻ്റെ ടെയില് തീരുകയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നൈറ്റ്സ് ടെയിലും മില്ലേഴ്സ് ടെയിലുമാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി ടെയിൽസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും താങ്ക് യു.